എന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണ് എപ്പോഴും മോണിറ്ററിൽ, നമ്മൾ എപ്പോഴും തിയേറ്ററിൽ എപ്പോഴും നമ്മൾ അവൈലബിൾ ആയിരിക്കണം. നമുക്ക് എങ്ങോട്ടും നീങ്ങാൻ പറ്റില്ല. ഇൻ കേസ് പേഷ്യന്റ് പെട്ടെന്ന് അറസ്റ്റ് ആവുമോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അനസ്തറ്റിസ്റ്റിന് ഇപ്പോൾ ഡ്രഗ്സ് എന്തെങ്കിലും എമർജൻസി ഡ്രഗ്സ് എന്തെങ്കിലും വേണമെങ്കിൽ തന്നെ നമ്മൾ പെട്ടെന്ന് നമുക്കത് എവിടെയാണ് ഇരിക്കണേ, അത് എന്ത് ഡ്രഗാണെന്ന് പുള്ളി ആളിപ്പോൾ ചോദിക്കണേന് മുന്നേ തന്നെ നമുക്കത് കൊടുക്കാൻ കഴിയണം. അല്ലെങ്കിൽ ഇപ്പം ഈ പേഷ്യന്റ് അറസ്റ്റ് ആയെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഡ്രഗ്സ് എടുത്ത് നമ്മൾ റെഡി ആയിട്ടിരിക്കണം. കാരണം അതേപോലെ എഫിഷ്യൻസി വേണം നമുക്ക് ഈ വർക്കിനകത്ത്. ഓരോ ദിവസവും നമുക്ക് പഠിക്കാനാണെങ്കിൽ ഇഷ്ടം പോലെയുണ്ട്. നമുക്ക് പഠിച്ചാലും തീരില്ല. അപ്പം ഓരോ ദിവസവും നമ്മൾ പറഞ്ഞാൽ കൂടുതൽ ഡ്രഗ്സിനെ കുറിച്ച് കൂടുതൽ നോളജുകൾ, അനസ്തറ്റിസ്റ്റ് നമ്മൾ രാവിലെ ഇപ്പോൾ ഒരു കേസിൽ ഒരു ബ്രീഫിംഗ് നടക്കുമ്പോൾ നമ്മൾ എയർവേ തൊട്ട് എല്ലാ കാര്യങ്ങളും നമ്മുടെ അനസ്തറ്റിസ്റ്റിനോട് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓപ്പൺ ആയിട്ട്. എന്തൊക്കെയാണ് നമ്മൾ എയർവേ മാനേജ്മെന്റ് എന്താണ് നമുക്ക് വേണ്ടത്, എന്താണ് അനസ്തറ്റൈസ്, ഏത് അനസ്തേഷ്യയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള നമുക്ക് എല്ലാം ഇവിടെ അനസ്തറ്റിസ്റ്റുമായിട്ട് നമുക്ക് ഡീൽ ചെയ്യാം. ഇപ്പം നമ്മൾ നാട്ടിലെ പോലെ ഇപ്പം എന്താ പറയണ്ടേ, നമുക്ക് സർ നോ മാഡം